നാളത് ശരിയാക്കും, എടാ നമ്മളത് നേടും, നമ്മളത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു, അതിനെന്നും അവനെ റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അഭിലാഷ് ഇപ്പൊ ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അഭിലാഷും. എന്താ നാളെന്ന് അറിയാതെ നടക്കുകയാണ് അവനും. അപ്പൊ ആ ഒരു സിങ്ക് ഭയങ്കര സിങ്കാണല്ലോ. പക്ഷെ നങ്ങിയിലെ പോയി അങ്ങനെ രാഗം മാത്രം ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ കണ്ണത്ത ദൂരം നീ വായുന്നു രാഗം ബേസ് ചെയ്തുകൊണ്ട് ചെയ്ത പാട്ടൊന്നും അല്ല. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ. സുമതിയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വേറെയാണ്. ആകാശഗംഗ കൾച്ചറുള്ളൊരു സുമതിയല്ല. കഷ്ടപ്പാടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ വളർന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയങ്കര എപ്പോഴും സേഫ് സോണിലായിരുന്നിട്ടേ ഇല്ലല്ലേ ലൈഫിൽ. അപ്പൊ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ ഗാനമേളകൾ ഞാൻ പാടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ എന്റെ കാർ വാങ്ങിക്കുന്നത്. വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ രഞ്ജൻ രാജാണ്. നമുക്കിടയിൽ വളർന്ന ആളാണ്, നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ വളർന്നു വന്ന് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലെത്തിയ ആളാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടായിരുന്നു ഒരുപാട്. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടു, പല ലാംഗ്വേജസ് ആയിട്ട്. അപ്പം ഇപ്പോൾ റിലീസ് തന്നെ ഒരുപാട് ബഞ്ച് ഓഫ് റിലീസസ് ആദ്യമാണ്. റൈറ്റ്, എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറയാമോ? കുറെ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ സുമതി വളവിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. സുമതി വളവ് ഓഗസ്റ്റ് 1-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. ഒരു വലിയൊരു നല്ലൊരു മ്യൂസിക്കലി കുറച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയ സിനിമയായിരുന്നു സുമതി വളവ്. അത് പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ തപ്പാങ്കുത്തുണ്ടോ ഉണ്ട്. പടം സുമതി ഒരു ചെറിയൊരു തമിഴ് കൾച്ചറും കൂടെ പടത്തിലുണ്ട്. സ്കോറിലാണെങ്കിലും ഓവറോൾ മ്യൂസിക്കാലിറ്റിയിൽ പടത്തിൻ്റെ അപ്രോച്ചിലും ചെറിയൊരു തമിഴ് കൾച്ചർ ഉണ്ട് പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡപ്പങ്കുത്തുണ്ട്. പിന്നെ നല്ലൊരു റൊമാൻറ്റിക് നമ്പറിലും ചെറിയൊരു ഈ തമിഴ് കൾച്ചർ കലർത്തിക്കൊണ്ട് ചില ടേപ്സും തകിലും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നല്ല റൊമാൻറ്റിക് സോങ് ഉണ്ട്. പിന്നെ ഒരു പ്യുവർ റൊമാൻറ്റിക് മെലഡി ഉണ്ട്. പിന്നെ വീണ്ടും ഡപ്പാങ്കൂത്തായിട്ടുള്ള ഒരു മെലഡി എന്ന് പറയാം, ഒരു ബ്രേക്കപ്പ് സോങ് ഉണ്ട്. അതെ, അതാ പറയാം, ഒരു ചെറിയൊരു തമിഴ് അപ്രോച്ച് ആ പടത്തിലുണ്ട്. നമ്മുടെ ഈ സുമതി വളവെന്ന് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഒരു ഓൾറെഡി അതിനെ കുറിച്ചൊരു ഇതുണ്ട്, പിക്ചർ ഉണ്ട്. അപ്പൊ ഈ സിനിമ അങ്ങനെ അല്ലാന്ന് ഓൾറെഡി അഭിലാഷ് പിള്ള പറഞ്ഞു കഴിഞ്ഞു പല ഇന്റർവ്യൂസിലായിട്ട്. പക്ഷെ എന്നാ കൂടി മറ്റേ നിഷീദിനി എന്നൊക്കെ പറഞ്ഞു ഒരു പാട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഓക്കെ, അതിന്റെ ആവശ്യം ആ സിനിമയ്ക്ക് ഇല്ല. സുമതിയുടെ അപ്രോച്ച് വേറെയാണ്, സുമതിയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആകാശഗംഗ കൾച്ചറുള്ളൊരു സുമതിയല്ല. എനിക്ക് ആ കൾച്ചർ ഇഷ്ടമാണ്, അത്തരം പടങ്ങളും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയല്ല ഈ സുമതി ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ഫിലിം റിലീസിന് അടുത്ത് നിൽക്കുന്ന ഫിലിം, മലയാള ഫിലിം. സുമതിക്ക് ഒരു തീമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ നിഷീദിനി പോലത്തെ ഒരു പാട്ടല്ലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പലരുടെയും തീമായിട്ടും പല റീലുകളായിട്ടും ഒക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ സുമതി വളവിന്റെ എല്ലാ അനൗൺസ്മെന്റ്സിനും യൂസ് ചെയ്ത തീം ഇതാണ്. ഇപ്പൊ ഈ പാടിയില്ലേ ഈ ടോൺ നമ്മൾ കണ്ണടച്ചിട്ട് പല മൂഡിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചില്ല് പോകുന്ന, ഐ മീൻ പേടിയായാലും കൂടിയും പോകുന്നൊരു, കാരണം അങ്ങോട്ട് തെറ്റിയാലും ഇങ്ങോട്ട് തെറ്റിയാൽ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പേടി, അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമുക്ക് പല രീതിയിലും അത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇത് പുന്നകൊരാളി രാഗം ബേസ്ഡ് ആണ്. ഒരു പൊടിക്ക് കൂടിയത് ആഹരി രാഗമാവും. ആഹരി ചെയ്യാൻ എപ്പോഴും എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞെന്നുള്ള ആഹരി തൊടുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാറുണ്ട്. മണിച്ചിത്രത്തോളം കുറെ കൂടുതലും കേട്ടിട്ടുള്ള ആഹരി ബേസ്ഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ആഹരിയാവുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പേടിയാവും, ഒന്നിങ്ങോട്ടും മാറിയ വിഷമമാവും. ചിലപ്പോൾ സാഡ്നെസ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു മിസ്റ്ററിയാണ് അത് കൺവേ ചെയ്യുന്നത്. എപ്പോഴും ഈ പറഞ്ഞ രാഗങ്ങൾ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്വഭാവം നമുക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കേൾക്കുന്നവരുടെ മനസ്സ് പോലെ ഇരിക്കും, അപ്പോൾ അവൻ്റെ ചിന്ത പോലെ ഇരിക്കും അവനതിനെ എടുക്കുന്ന രീതി. അപ്പോൾ എന്നും രാഗങ്ങൾക്ക് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അത് വളരെ പരിമിതമായ അറിവിൽ നിന്നാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് അത്രയ്ക്ക് ഇൻഡെപ്ത് നോളജ് ഒന്നുമില്ല. അപ്പോൾ ആ തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ നങ്ങേലി പൂവെ പോലത്തെ ഒരു സോങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, സമ്മതിച്ചു. ഡയറക്ടർ പറയുന്നുണ്ട്, ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നുണ്ടാവും നല്ല രീതിയിൽ. എന്നാൽ കൂടിയും ആ സോങ് ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും കേൾക്കാൻ എടുക്കുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നൊരു സോങ് ചില സമയത്ത്, അതായത് വിഷമം കാരണം
അപ്പോൾ കുട്ടികളൊന്നും അത് ഫേവറേറ്റ് ആക്കരുതെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. എടി ഇത് കുട്ടികളെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവൂടെ എന്ന് പറയും. അപ്പം ഞാൻ എന്താ ഒന്നുമില്ല ഞാൻ തട്ടിപ്പോവോ എന്നിട്ട് അപ്പം അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആ സോങ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ രാഗ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് രാഗ ബേസ്ഡ് മാത്രമല്ല, രാഗത്തിന്റെ ഛായയൊക്കെ ഉണ്ടാവാം. കാരണം ഞാൻ എൻ്റെ അടിസ്ഥാനം എപ്പോഴും കർണാട്ടിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഗ ഛായയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നങ്ങിലെ പോയി അങ്ങനെ രാഗ മാത്രം ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ കണ്ണത്ത ദൂരം നീ വായുന്നു രാഗം ബേസ് ചെയ്തുകൊണ്ട് ചെയ്ത പാട്ടൊന്നും അല്ല. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാ എസൻസും വന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ചെയ്ത പാട്ടുകളൊന്നും അല്ല. ഉയരുനാഥനെയാണെങ്കിലും അല്ലെങ്കിൽ പൂമത്തോളയാണെങ്കിലും ഒന്നും നമ്മളങ്ങനെ രാഗ ബേസ് ചെയ്ത് മാത്രം ചെയ്ത പാട്ടുകളല്ല. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും രഞ്ജിനെ കാണുമ്പോൾ സ്ഥിരം നമുക്ക് ചോദിക്കാം. പക്ഷെ എന്നാൽ കൂടി നല്ലൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നങ്ങേലിപ്പോ രണ്ടുപേരും ഒന്ന് പാടാമോ പ്ലീസ്? നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. ഞാനിത് ആക്ച്വലി കമ്പോസ് ചെയ്തിട്ട് ആദ്യമായിട്ട് അഭിലാഷിനും വിഷ്ണുവിനും അയച്ചു കൊടുത്തു. അഭിലാഷിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ഉള്ളിലെ അച്ഛന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു സെൻസിലാണ് ഞാനും ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു മോൻ ജനിച്ച് അവനൊരു വയസ്സൊക്കെ ആവുന്ന സമയത്ത് ചെയ്ത പാട്ടാണത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ സുമതി വളവില് ഫസ്റ്റ് ക്വസ്റ്റനിൽ നമ്മൾ പുതിയ ഫിലിം സുമതി വളവിൽ നിർത്തി. ബാക്കി ഡിഫറെന്റ് വേറെ കുറച്ച് പടങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ചെയ്ത് തീർത്ത ഒരു സീരീസ് ഉണ്ട്, ഐസ് എന്ന് പറഞ്ഞിട്ട്. ഐസ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു സീരീസ് ആണത്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു അത് ഡയറക്ടർ മനു അശോകനാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് ഇങ്ങനെ ഈ മ്യൂസിക്കിൻ്റെ ബഹളം കൊണ്ട് ഞെട്ടിക്കാതെ ആ കഥാപരമായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഒക്കെ ഞാൻ അച്ചീവ് ചെയ്തു എന്ന് വളരെ 100% തോന്നിയൊരു സിനിമയാണ് കാണെ. അപ്പോൾ അത് ആ സിനിമ, അതിലാണ് പാൽനിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ടായത്. ആ പാട്ടിനാണ് സിത്താരയ്ക്ക് 3ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പിന്നെ അതുകൂടാതെ ബോബി സഞ്ജയ് എന്ന് പറയുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന റൈറ്റേഴ്സിൻ്റെ കൂടെ എനിക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ സിനിമയായിരുന്നു കാണെ. ഉയരെ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവിയിൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇടം നേടിയ സംവിധായകൻ മനു അശോകൻ. അപ്പോൾ അവരുടെ കൂടെ കാണെ ചെയ്ത ശേഷം ഞാൻ ചെയ്ത സീരീസ് ആയിരുന്നു ഐസ് എന്ന് പറഞ്ഞ സീരീസ്. ഐസിൻ്റെതായ ഒരു സ്വഭാവം, വളരെ പർട്ടിക്കുലറായിട്ടുള്ള, വളരെ യുണീക്കായിട്ടുള്ള ഒരു സീരീസാണത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ 2-3 ദിവസം മുന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോഴും ഒരു ആശ്വാസം, എത്തി എന്നുള്ളൊരു അത്രയും ഉണ്ടായിരുന്നു അത് ചെയ്യാൻ ജോലി. ആ സീരീസിനെ മ്യൂസിക്കലി കൊണ്ടുപോകാൻ അതിൻ്റെതായൊരു എഫേർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തീർന്നു, ആ സീരീസ് തീർന്നു. അതെനിക്ക് വളരെ സ്പെഷ്യലാണ്. ആ സീരീസും എല്ലാം സ്പെഷ്യലാണ്. അതോടൊപ്പം ഞാനത് പറഞ്ഞതാണ്. പിന്നെ അത് കൂടാതെ വേറെയും കുറച്ച് പടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തെലുഗു മൂവി കോർട്ട് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റീസെൻ്റ്. വളരെ ഹിറ്റായ സിനിമയാണ് തെലുങ്കില്. കോർട്ടിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ശിവാജി സാർ ഒരുപാട് പടങ്ങളുടെ പണ്ടുതൊട്ടേ ഉള്ളൊരു ആളാണ്. കോർട്ടിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു റീസെൻറ്റ് ടൈംസിൽ വലിയൊരു ഹിറ്റാണ്. അപ്പോൾ ശിവാജി സാറുടെ ആക്ട് ചെയ്യുന്ന, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്ലസ് എന്ന് പറഞ്ഞൊരു തെലുഗു മൂവി നടക്കുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അത് അവിടുത്തെ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന പ്രാങ്ക്സ്റ്റർ രാഹുൽ ഭയങ്കര ഫേമസ് ആണ് അവന്. അപ്പോൾ രാഹുലിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ഷനാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ വേറെ കുറച്ച് മലയാളം പടങ്ങളുണ്ട്. തേരി മേരി എന്നൊരു സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരതിയുടെ. പിന്നെ അഭിലാഷിന്റെ ചോച്ചാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് പിന്നെ നമ്മൾ എന്തോ പറയാ, അഭിലാഷ് പിള്ള ഉണ്ടെങ്കിൽ അപ്പുറത്ത് രഞ്ജിൻ രാജ് ഉണ്ടാവും എന്ന് തന്നെയാണ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊങ്കാല എന്ന് പറഞ്ഞൊരു പടം നടക്കുന്നുണ്ട്. ശ്രീനാഥ് ബാസി അഭിനയിക്കുന്ന, ശ്രീനാഥ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണത്. പൊങ്കാല നടക്കുന്നുണ്ട്. പിന്നെ ഭീഷ്മർ എന്ന് പറഞ്ഞൊരു പടം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, August 17th. അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഓക്കെ, സാധാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബഞ്ച് ഓഫ് ഫിലിംസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇല്ല, ഇപ്പം നമ്മൾ അഭിലാഷ് പിള്ളയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആളോട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും രഞ്ജിൻ അപ്രൂവ് ചെയ്യാതെ എനിക്ക് സിംഗർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇപ്പം മൂടൊക്കെ ഉണ്ടെങ്കിൽ ആൾ പാടിയും തരും ഇൻ്റർവ്യൂസിലൊക്കെ.
പക്ഷെ അപ്പൊ ചോദിക്കും എന്നാണ് നമുക്ക് കാണാൻ പറ്റുക സിംഗറായിട്ടല്ല, അത് രഞ്ജിന്റെ അപ്രൂവൽ വേണം. രഞ്ജിനോട് പക്ഷെ അവൻ ഇവിടെ വന്നിട്ട് പാടാറുണ്ട്. അവന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള അവന്റെ കവർ വേർഷൻസ് ഒക്കെ ഇവിടെ പാടിയതാണ്. അതെ, ഇവിടുത്തെ സ്റ്റുഡിയോയിലെ അംഗീകരിച്ചുകൊണ്ടാണ് അതെങ്കിലും വന്ന്. അതെ, അത് കറക്റ്റ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അതിന്റെ ഒരു ഡെഫിനറ്റ്ലി അറിയാം, ആൾക്കാർക്ക് അറിയാമെങ്കിൽ അല്ല, ഇത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നത് 2019 എനിക്കൊന്ന് കടാവറിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അഭിലാഷ് എന്നെ കോൺടാക്ട് ചെയ്തത്. പപ്പേട്ടനാണ് അഭിലാഷിനോട്, പപ്പേട്ടൻ്റെ അടുത്താണ് അഭിലാഷിന്റെ നമ്പറൊക്കെ എടുത്ത് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജോസഫ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ അധികം സിനിമകളൊന്നും നമുക്ക് വന്നിട്ടൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ സ്ട്രഗ്ലിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ്, അടുത്ത സിനിമ വരുമോ, സിനിമ കിട്ടുമോ, ഇനി എന്തായിരിക്കും ഭാവി ജീവിതം, എങ്ങനെ ജീവിക്കും എന്നുള്ള ടെൻഷനിൽ നടക്കുന്നൊരു സമയമാണ്. പിന്നെ മ്യൂസിക് തന്നെ വെച്ച് ജീവിക്കണം, അതാണ് നമ്മുടെ പാഷനും അവിടേക്ക്, അതാണ് ആഗ്രഹവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല സിനിമ കിട്ടുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തിരി നല്ലൊരു സിനിമയായിട്ട് അഭിലാഷ് വരുന്നത്, കടാവർ പോലത്തെ അമല പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അമല നായികയായിട്ട് അഭിനയിച്ച നല്ല കിഡിലമായിട്ടൊരു എൻട്രിയാണ് തമിഴിൽ എനിക്കും കിട്ടിയത്. വലിയൊരു പടമാണല്ലോ. അപ്പോൾ അവിടെ കൊണ്ട് അവൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അഭിലാഷ് ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അഭിലാഷും. എന്താ നാളെയെന്ന് അറിയാതെ നടക്കുകയാണ് അവനും. അപ്പോൾ ആ ഒരു സിങ്ക് ഭയങ്കര സിങ്കാണല്ലോ, ഡെഫിനറ്റ്ലി ആണ്. കാരണം സങ്കടം പറയാനും വിഷമം പറയാനും നാളത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്ത് ഭാവി കാര്യങ്ങളെ പറ്റി ഘോരഘോരം പ്ലാൻ ചെയ്യാനും ഒക്കെ ഒരാളെ കിട്ടാന്ന് പറയാൻ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ വളർന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ അഭിലാഷ് എനിക്ക് തരുന്ന ഇപ്പോഴും എടാ എന്ത് വന്നാലും നമ്മളിത് ചെയ്തിരിക്കും, നമ്മളിവിടെ എത്തിയിരിക്കും, ഇത് ചെയ്തിരിക്കും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് അവന്. ഞാൻ എപ്പോഴും പറയും, അഖിൽ നമ്മുടെ കൂടെ ആ സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അഖിൽ മാരാറ് ആക്ച്വലി അഖിലിന്റെ കോൺഫിഡൻസ് ആണ് അഖിൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അഖിലിന്റെ എല്ലാ സ്റ്റേജസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞെട്ടലായിരുന്നു, അഖില് ബിഗ് ബോസിൽ വന്നിട്ടും അതിനെക്കാട്ടിലും അവൻ അഖില് എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, നായകനായില്ലേ. അപ്പൊ അഖിലിന്റെ ഒരു കോൺഫിഡൻസ് ആണ് ഇതിന്റെയൊക്കെ കാരണം. അഖിൽ ഇപ്പൊ റീസെന്റ് ഇന്നലെ ആരോ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അഖില് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇതില് ട്രിവാൻഡ്രത്തോ കൊട്ടാരക്കരയിലോ. അപ്പൊ അഖിലിന്റെ കോൺഫിഡൻസ് ഭീകരമാണ്. ആ പറഞ്ഞ പോലെ തന്നെയാണ് അഭിലാഷിന്റെ കാര്യം. അഭിലാഷ് രണ്ടുപേരും ഒരു ബന്ധമില്ല, രണ്ടുപേരുടെ ക്യാരക്ടറൊക്കെ വ്യത്യാസമാണ്. പക്ഷെ എങ്കിലും ഒരു ബേസിക് സൈക്കോളജി രണ്ടുപേരിലും ഉണ്ട്. അതായത് അഭിലാഷിനെ ഈ പറഞ്ഞ പോലെ നാളത് ശരിയാക്കും, എടാ നമ്മളത് നേടും, നമ്മളത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു, അതിനെന്നും അവനെ റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്ന അവിടെ ആ പേടി അവൻ ഓവർകം, അതെങ്ങനെയെങ്കിലും ആ ഹേർഡിൽസ് ഒക്കെ താണ്ടി അവൻ എത്തുകയും ചെയ്യും, നമ്മളെയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ആക്ച്വലി ഞാൻ ചിലപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാൻ പേടിച്ച് മാറി നിൽക്കും. പക്ഷെ അവനത് ഫേസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ട് നമ്മളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ മാത്രമല്ല, അവൻ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ കാരണം അവൻ പത്തനംതിട്ടയിൽ നിന്ന് വന്നൊരു ഡെഫിനറ്റ്ലി ഒരു സാധാരണക്കാരനായിട്ടുള്ള നാട്ടും പുറത്തുകാരനാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഇത്രയും പടങ്ങൾ അവൻ ചെയ്തു. ഒരു 6 സിനിമകൾ കഴിഞ്ഞു, 7ാമത്തെ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു 1-2 വർഷത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത് അഭിലാഷ് പിള്ളയെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയൊരു നേട്ടമാണ് നേടിയെടുത്തിരിക്കുന്നത്. അത് എന്നും ആസ് എ ഫ്രണ്ട് ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ അവൻ്റെ സിനിമകളുടെ ഡൈനാമിക്സ് എനിക്ക് അറിയാം. അവൻ എന്തായിരിക്കും, എന്തിനായിരിക്കും ഇത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എഴുതിയത് അതേപടി ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ, ഷൂട്ട് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ അതിനെ നമുക്ക് അവൻ ചിന്തിച്ച രീതിയിലേക്ക് ആക്കിയെടുക്കാം. അങ്ങനെയൊക്കെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻപുട്സ് എൻ്റെ ഭാഗത്തുനിന്നും അറിയാതെ തന്നെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പോ അതിനുവേണ്ടി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണുമ്പോൾ തന്നെ അറിയാം എന്താ ചെയ്യേണ്ടത്, പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഇതുവരെ വലിയ രീതിയിൽ തെറ്റൊക്കെ എന്തായാലും സംഭവിക്കും, മനുഷ്യന്മാരാണ്. പക്ഷെ വലിയ രീതിയിൽ മെജോറിറ്റിയും ശരിയായി വന്നുകൊണ്ടാണ് വർക്കൗട്ട് ആയത്. ഓക്കെ. ഈ നമ്മൾ പറയും സാധാരണ എല്ലാവരുടെ കയ്യിലും സൈക്കിൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരും സൈക്കിളിൽ ഇരിക്കാത്ത ആരും ഇല്ലെന്ന് തോന്നിപ്പോ എല്ലാവരും ഉണ്ട്. അപ്പൊ സൈക്കിളിൽ നിന്ന് നമ്മൾ ഓടിയിലെത്തുമ്പോൾ അത് നമ്മളിപ്പം അങ്ങനെ എടുത്ത് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ പറയുന്ന ജെനുവിനിറ്റിയും ഗ്രാറ്റിറ്റ്യൂഡ് ആ മുഖത്തൊക്കെ കാണുമ്പോൾ നമ്മൾക്കത് സംഭവിച്ചതുപോലെ ഒരു ഫീലിംഗ് വരും. അപ്പം രഞ്ജിന്റെ ആ ഒരു യാത്ര, അത് ഒരു സൈക്കിളിൽ നിന്ന് ഞാനിപ്പോൾ ഇതാ ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർ സിംഗർ ആയാലും ശരി, സൈക്കിൾ ഞാനിപ്പോൾ സ്റ്റാർ സിംഗറായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, അതിന് മുന്നേ സ്കൂളിലെ പാട്ടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, അമ്മയായിട്ട് സങ്കല്പിക്കുകയാണ്, അമ്മ നിന്നിരുന്ന സ്ഥലം അല്ലേ, അമ്മ ഇപ്പോഴും ഇവിടെ നിൽക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്ന എൻ്റെ ഉള്ളിലും ഉണ്ട് അമ്മ. അപ്പോൾ ആ ഒരു ജേണി
ഇവിടെ ഒരു അതൊരു വലിയ ജേണി തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ തരുന്ന പോലത്തെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ 2013 സമയത്തൊക്കെ ഞാൻ എടുത്ത് കാണും ഇടയ്ക്ക് എൻ്റെ പഴയ ഇന്റർവ്യൂ. അപ്പൊ ഈ പഴയ ഇന്റർവ്യൂവിൽ ഞാൻ ഒരുപാട് സിനിമ ചെയ്ത ആളെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ, അപ്പോൾ നമ്മുടെ ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ആവണം, എത്തണം, ഇത്രയൊക്കെ പടങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഈ അബിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആഗ്രഹത്തിന്റെ ഒരു പര്യവസാനം അല്ലെങ്കിൽ പരിണാമമാണ് നമ്മൾ മ്യൂസിക് ഡയറക്ടറായിട്ട് മാറിയതും. കാരണം മ്യൂസിക് ഡയറക്ടർ ആവുന്ന മുന്നേ ഞാൻ മ്യൂസിക് ഡയറക്ടറെ പോലെയാണ് സംസാരിക്കുന്നത്, നടക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ആ സമയം നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, നമ്മുടെ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ വളർന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയങ്കര എപ്പോഴും സേഫ് സോണിലായിരുന്നിട്ടേ ഇല്ലല്ലേ ലൈഫിൽ. എന്നും നമ്മൾ കോംപ്ലിക്കേഷൻസും ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ. ഇപ്പം അച്ഛനാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികപരമായിട്ടാണെങ്കിലൊക്കെ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ അത് വീണ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ഉപയോഗിച്ച സൈക്കിൾ മാത്രമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ ഗാനമേളകൾ ഞാൻ പാടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ കാർ വാങ്ങിക്കുന്നത്, ഒരു 3rd ഹാൻഡ് കാർ വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ഹാൻഡ് വാങ്ങിക്കുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് കൂടുതൽ ഗാനമേളകൾ പാടിയിട്ടാണ് നമ്മളൊരു ഫസ്റ്റ് ഹാൻഡ് മാരുതി വാങ്ങിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളൊരു ഹ്യുണ്ടായി വാങ്ങിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ ഔഡി വാങ്ങിക്കുന്നത്, പിന്നെ ഈ ഔഡി പുതിയത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആലോചിച്ച തല കറങ്ങുമൊന്നുമില്ല, പക്ഷെ നമുക്ക് അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഒരു കരുതലുണ്ടാവും. കാരണം നമ്മൾ വന്ന സ്റ്റേജസ് നമുക്കറിയാം, ആ സ്റ്റേജ് വരുമ്പോൾ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ആ ലൈഫിനെ പറ്റി നമുക്ക് അങ്ങനെ ഭയങ്കര ഭയമൊന്നും ഉണ്ടാവുമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്നും ഒരു മുൻകരുതലുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് എപ്പോഴും ഈ മിഡിൽ ക്ലാസ്സിന് വരുമ്പോഴുള്ള ഗുണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, LKG ചേർക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കരമായിട്ട് വളരെ പോഷുള്ള ഒരു സ്ഥലത്ത് മാത്രമായിരിക്കരുത്, അവൻ കുറച്ച് മലയാളമൊക്കെ പറയുന്ന അന്തരീക്ഷവും കൂടെ അവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കൂളിൽ തന്നെ അവനിപ്പോൾ പഠിക്കുന്നതും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവനെ അറിയണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കംഫർട്ട് നമ്മൾ വലിയ സംഭവമായി എന്നൊന്നുമല്ല പറയുന്നത്, എന്താണെങ്കിലും ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ സാധാരണ അവസ്ഥയും കൂടെ അറിയാനുള്ള കാര്യങ്ങൾ എൻ്റെ മോനും നേടിയെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൂഡ്സ്. പലപ്പോഴും അതിപ്പോൾ നമുക്ക് പല തരത്തിലുള്ള മ്യൂസിക് ഉണ്ടാക്കേണ്ട. അപ്പോൾ ഒരാളുടെ ആവശ്യമായിരിക്കില്ല വേറെ ആളുടെ ആവശ്യം. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ് ശരിക്കും ഒരു മൂഡിൽ നിന്ന് വേറൊരു മൂഡിൽ. ഇപ്പോൾ നമ്മൾ നല്ല മൂഡിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഈ വെറുതെ പറയാം ജോൺസൺ മാഷ് മഴ കട്ടൻ ചായ ആഹാ അന്തസ് എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ അതെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുമ്പോൾ നമ്മൾ ക്യാപ്ഷനോടുകൂടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടെന്ന് വരും. പക്ഷെ അതുപോലെ അല്ലൊരു മ്യൂസീഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് സ്വിച്ച് അങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് പറ്റുകയും വേണം, എന്നാൽ അത് കറക്റ്റായിട്ട് ഔട്ട്കം വരുകയും വേണം. ഇതിൽ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാതെ ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. നമുക്ക് അവിടെ നിന്നൊരു സപ്പോർട്ട് വേണം. അതിലൊരു വളരെ ലക്കി ആയിട്ട് എനിക്ക് ടച്ച് വുഡ് ഫീൽ ചെയ്തിട്ടുണ്ട് രഞ്ജിൻ്റെ കാര്യം. അത് സപ്പോർട്ട് ഫ്രം യുവർ പാർട്ട്ണർ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷണലി ഓൾസോ കണക്റ്റഡ് ആണ്. എൻ്റെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങൾ, അതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടല്ലോ. നമുക്ക് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അവളാണ്. പിന്നെ വർക്ക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഈ ഡെലിവറി കാര്യങ്ങൾ, വർക്ക്സ് ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ, അവരായിട്ട് കോർഡിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മുടെ അടുത്ത് തലവെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. നമ്മൾ ചുമ്മാ ഉറങ്ങിയാൽ പോലും നമുക്കത് വളരെ വാല്യുബിൾ ആണ്. ഞാൻ സ്റ്റുഡിയോയ്ക്ക് എപ്പോഴും വരവൊന്നും ഞാനില്ല, പക്ഷെ ഞാൻ എൻ്റെ വീട് നേരെ തന്നെയാണ്. അവിടെ ലാപ്ടോപ്പ് എടുത്തിരുന്നാൽ എൻ്റെ വർക്ക്സ് ഭയങ്കര സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിസണിങ് നടക്കുന്നുണ്ട്, റെഫറൻസുകൾ ഞാൻ എടുക്കുന്നുണ്ട്. റെഫറൻസുകളെക്കാട്ടിലും ഉപരി എന്തൊക്കെ ചുറ്റും നടക്കണം എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ എല്ലാ സമയം ഫുൾ ടൈം സ്റ്റുഡിയോ വന്നിരിക്കണം എന്നില്ല, നമ്മൾ എപ്പോഴും ലേണിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം എന്തിനു കളയണം? ആ കിട്ടുന്ന 1 മണിക്കൂർ ഉറക്കമായിരിക്കും എനിക്ക് ഏറ്റവും നല്ല തോട്ട്സ് ഉണ്ടാക്കി തരുന്നത്. ആ ഉറക്കം ഞാൻ എന്തിനു വേസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ തോന്നാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഒരു ഹെൽപ്പ്, എൻ്റെ പാർട്ട്ണറുടെ ഹെൽപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഞങ്ങൾ തമ്മിൽ എല്ലാവരെയും പോലെ തന്നെ സ്നേഹവും സന്തോഷവും അടിയും ബഹളവും വഴക്കവും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ലേ പാടുള്ളൂ. അപ്പോൾ അതല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് മാത്രമല്ലല്ലോ. അതെ, സിംഗർ ആവുക എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ അല്ല എന്നല്ല പറയണത്, പക്ഷെ അത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. മ്യൂസിക് ഡയറക്ടർ ആവാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. മ്യൂസീഷ്യൻ എന്നുള്ളത് സംതിങ് ഡിഫറെൻറ്റ്. ആൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ വെറുതെ ഇവിടുന്ന് ഇങ്ങനെ കൊട്ടിയാലും
അതിലൊരു സംഗീതം കണ്ടുപിടിക്കുന്ന ആളാണ് മ്യൂസീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം ഒന്നാമത് സ്ട്രഗിൾ ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, എല്ലാ അർത്ഥത്തിനും സ്ട്രഗിൾ ചെയ്യണം, ഫിനാൻഷ്യലി പോലും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് മ്യൂസീഷ്യൻ ആവണമെന്നുള്ള ആ സ്വപ്നം അങ്ങനെ ഒരു അല്ല ഈ പറഞ്ഞ സിംഗർ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എന്താണെങ്കിലും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് മ്യൂസീഷ്യൻസ് ആവാന്ന് തന്നെയാണ് കേട്ടോ. അത് ആരാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇതിന് കാറ്റഗറൈസ് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിലും ഈ പറഞ്ഞ ജെന്യുവൻ ആയിട്ടുള്ള മ്യൂസിക്കിന്റെ സോള് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പാട്ടുകൾ ചെയ്യുമ്പോഴും കൂടുതൽ ഇൻസ്പയർഡ് ആവാൻ വേണ്ടി വേറെ പാട്ട് കേട്ടിട്ട് അതിൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ ചിന്തിക്കാറേ ഇല്ല. ചില സമയത്ത് നമ്മൾ കേട്ടുപോയ കാര്യങ്ങൾ അറിയാതെയൊക്കെ അപ്ലൈ ആയി പോകുമായിരിക്കാം, പക്ഷെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കുന്ന പരിപാടിയില്ല. എപ്പോഴും ജെന്യുവനായിട്ട് കമ്പോസ് ചെയ്യപ്പെടുമ്പോൾ, ഒറിജിനലായിട്ട് കമ്പോസ് ചെയ്യപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടാറുള്ളൂ. ചിലപ്പോൾ എൻ്റെ തോട്ടായിരിക്കാം, ഞാൻ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ജന്മന ഉള്ള കാര്യമാണത്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അതിന് പറയാനില്ല എനിക്കതിന് ഉത്തരം. അത് ജന്മന കിട്ടുന്ന ഒരു പരിപാടി ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഒരു താളത്തിൽ ഇതിൽ ഈ ശബ്ദത്തിൽ നിന്ന് എന്തുണ്ടാക്കാം, ഈ രണ്ട് ശബ്ദമാകുമ്പോൾ അതെങ്ങനെയാവും എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജന്മന ഉള്ള അത് ഇൻബോൺ ആയിട്ടുള്ള ഒരു തോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ആയിരിക്കും.